ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഫീൽ ആവുന്നത് ഇങ്ങനത്തെ സ്ട്രൈറ്റ് റൂട്ടിൽ കൂടെ ഒക്കെ വന്നു കഴിയുമ്പോഴാണ്. അത് ഇങ്ങനെ ഒരു വലിയ കയറ്റൊക്കെ കയറി ഇങ്ങനെ നല്ല 2 പാടങ്ങളുടെ ഫീൽഡിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴുള്ളൊരു സുഖം അത് അടിപൊളി തന്നെയാണ്. അത് കഴിഞ്ഞിട്ടൊരു പാർക്കിലേക്ക് എൻട്രി ചെയ്യുന്നതും കേട്ട വ്യൂ ഒക്കെ വരുമ്പോൾ സൂപ്പറാണ്. ഈ പാർക്കിൽ കൂടെ ഒക്കെ പോകാൻ പറയുന്നുണ്ട്. റൂട്ട് കറക്റ്റ് ആണോന്ന് അറിയില്ല, പക്ഷെ അപ്പുറത്തെ റൂട്ടിലേക്ക് എത്തുന്നതായിട്ടുണ്ട്. ഇതിൽ കൂടെ തന്നെയാണ്. അടിപൊളി പ്ലേസ് ആട്ടാ. ഇവിടുത്തെ മെയിൻ ഇത് ചെമ്പരിയാടാണ് ഇവരുടെ മെയിൻ. എല്ലാ ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ റോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കിയാൽ നമ്മൾ എല്ലായിടത്തും ചെമ്പരിയാടാണ് ഇവരുടെ മെയിൻ ഒരിത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ സൈക്കിൾ സൂട്ട് കയറാൻ അത്രയും സുഖം തോന്നില്ല. ഹാർബിക്കോൾ ഹാൾ എന്ന് പറഞ്ഞൊരു പ്ലേസിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. നൈസ് സീനിക്ക് വ്യൂ ആണ്. കണ്ടെന്നറിയില്ല, എൻ്റെ പൊളിഞ്ഞ ഇതുകളൊക്കെയാണ് കാണാൻ ഇടിഞ്ഞുകൊണ്ട്. ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ പുതിയ ഹോളുണ്ട്, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. ഇനിയൊരു ചാൻസ് ഉണ്ട് ഇതിൽ കൂടെ വരുമ്പോൾ എടുക്കാം. ഭാഗ്യം നമ്മൾ തിരിച്ചൊന്നും ഇതിൽ കൂടെ വരാഞ്ഞു. കയറ്റൊക്കെ ചവിട്ടി കെട്ടി ഞാൻ ചത്താനാ ഇറങ്ങി എന്തോ. ദൈവമേ, നേരത്തെ കണ്ട പട്ടി കടിച്ചേനെ. ആ ചേട്ടൻ കയറി പിടിച്ചാലുണ്ട് പട്ടിൻ്റെ ബാക്കിയോട് ഓടിയില്ല, അല്ലെ കടി കൊണ്ട് ചാത്താനാ. കാട്ടിലേക്കാണോ എന്നെ കൊണ്ടുപോണേ ഈ മാപ്പ്? 200 ഫീറ്റിൽ സിൽവർ ഹിൽ ട്രയലിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ചത്തിലിങ്ങനെ തിരിച്ചു കിട്ടും. എൻ്റെ പൊന്നു വലിയപ്പോൾ ഇതിലൊന്നും വഴിയൊന്നും കാട്ടുന്നില്ല. വഴി ചെറുതായിട്ടൊന്ന് തെറ്റി. നമ്മൾ ഇവിടെ അപ്പുറത്ത് കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നോക്കിയാൽ ആരമായി പോകാനാ പറയുന്നത്. പോയി നോക്കാം, ഒരു രസമല്ലേ. They're saying make a U-turn, but I see one route over there. Let's see if we can cut through. Oh, I don't have any option. Need to come back. Let's see. I think cycle can go. Yeah. Oh no.
മോട്ടോർ വേ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. ഞാൻ ചെസ്റ്റർഫീൽഡിൽ നിന്ന് മാൻഫീൽഡ് സൈഡിലേക്ക് പോയി അവിടെ നിന്ന് ഇപ്പം പിന്നെ ചെസ്റ്റർഫീൽഡിലേക്ക് തന്നെ മോട്ടോർ വേ ടോപ്പിൽ കൂടെ ഫ്ലോറിൻ്റെ ഇതിൽ കൂടെ കവർ ചെയ്ത് പോകാൻ പോവാണ്. അതിൻ്റെ ബ്രിഡ്ജാണ്. നമ്മൾ പോരണ വഴിക്കൊക്കെ അങ്ങനെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല അടിപൊളിയാണ് കോഴ്സും കാര്യങ്ങളൊക്കെ. നല്ല ബാറ്ററി സൈക്കിളിൽ ചവിട്ടി പോകണം. നമ്മൾ നോർമൽ ഗിയർ സൈക്കിളിൽ ചവിട്ടി പോകണം. അവർ സുഖമായിട്ട് ചവിട്ടി കയറി പോകും. നമ്മൾ കുറച്ച് കഷ്ടപ്പെടും, കുറച്ചല്ല നല്ല രീതിയിൽ കഷ്ടപ്പെടും. പക്ഷേ അത് രസമാണ്, എക്സസൈസ് ആയിട്ടാണ്. വണ്ണം വെച്ചാലുണ്ട്, വണ്ണം കുറക്കാനുള്ള അഭ്യസ്തനാണ് വെച്ചാൽ. പിന്നെ ബാറ്ററി സൈക്കിൾ നമ്മൾ വാങ്ങിച്ച് ചവിട്ടി കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വണ്ണം കുറഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ലോങ് ഒക്കെ പോകാൻ പ്രതീക്ഷിക്കുന്ന നമുക്ക് ബാറ്ററി സൈക്കിൾ ചേഞ്ച് ആക്കണം. ബാറ്ററിയിലേക്ക് മറ്റേ ഇങ്ങനെ ചെയ്യണം. ലോങ് ഡിസ്റ്റൻസ് 3-4 മണിക്കൂറത്തെ പോകാം. അതൊരു എൻജോയ്മെൻ്റാണ്. എനിക്കതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈക്കിൾ ഔട്ട് ഏരിയ വരുന്നത് ഈ മരങ്ങളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൂമുള്ളൊരു ആ കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു അതൊരു വേറൊരു ഫീൽ തന്നെയാണ്. എന്താ പറയുക, അത് വെറുതെ റോട്ടിക്കൂടെ തട്ടുമ്പോൾ ആ ഫീലിംഗ് കിട്ടാറില്ല. ഇങ്ങനെ ഈ ഉള്ളിക്കൂടെയുള്ള സൈക്കിൾ റോട്ടിക്കൂടെയൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീല്. പക്ഷേ നാച്ചുറലോട് കൂടുതൽ നമ്മൾ ക്ലോസ് ആയിട്ടാണ് പോണേ. നല്ലൊരു എൻജോയ്മെൻ്റാണ്. അത് വേറെ സ്ഥലം. നമുക്കിങ്ങനെ എല്ലാ ഓരോ സൈക്കിൾ ട്രയലുകളും മെയിൻ റോഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡിൽ കൂടെ കണക്ട് ചെയ്താണ് നമ്മൾ പോവാം. മോർണിംഗ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യിച്ചാൽ ഇത് കുറച്ച് ദൂരം നമ്മൾ മെയിൻ റോട്ടിൽ കൂടെ അല്ലെങ്കിൽ റോട്ടിൽ കൂടെ ഓടിക്കേണ്ടി വരും. ഞാനിപ്പോൾ മോർണിംഗ് വന്നിട്ട് കുറേയൊക്കെ റോട്ടിൽ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെയാണ് ഇങ്ങനത്തെ സൈക്കിൾ റൂട്ടുകൾ മാത്രമുള്ള അതിലേക്ക് കയറിയത്. അതൊരു രസമാണ്. രണ്ടും ഒരു ഡിഫറൻസ് എക്സ്പീരിയൻസ്. മറ്റേ റോട്ടിൽ കൂടെ ചവിട്ടാൻ ഈസിയാണ്, മീൻസ് വലിയ കുഴപ്പമില്ല. പാടാണ് കമ്പയർഡ് ടു ഈ
റോട്ടിൽ കൂടെയൊക്കെ ചവിട്ടണേക്കാളും ഈസിയാണ് റോട്ടിൽ കൂടെ പോകുമ്പോൾ. കയറ്റാണെങ്കിലും വലിയ പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ മഡ് റോഡ് അല്ലെങ്കിൽ പേവ് റോട്ടിൽ കൂടെയൊക്കെ ചവിട്ടുമ്പോൾ നമ്മുടെ പരിപ്പാവും. ഇവരിപ്പോൾ എന്നെ കവർ ചെയ്ത് പോയി തന്നെ. അവർ റോഡ് സൈക്ലിങ് മിക്സ് ആയിട്ടുള്ളതാണ്. അവരുടെ ടെക്നിക്സ് ഇല്ലാത്തതാണ്. നല്ല ഫ്ലാറ്റ് ടയറാണ്, കുറച്ചുകൂടി സ്മൂത്തായിരിക്കും. അവർ പ്രൊഫഷണൽ സൈക്ലിസ്റ്റേഴ്സാണ്. നമുക്ക് അവരെ കൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അവർ നല്ല പടപടക്കാണ്. സ്ഥിരം ചവിട്ടണാനുള്ള ഒരു കയറി പോകാൻ ഞാൻ പറ്റി കയറ്റം വന്നില്ല. സൈഡിലേക്കൊന്ന് ഒരു ഇതെല്ലാ വീട്ടിലും ഓരോ കാരവാനുണ്ട്, ക്യാമ്പർ വാനുണ്ട്. വാവ്, ഒരു വിൻറ്റേജ് മോഡൽ കാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കാരവാൻ്റെ ഉള്ളിൽ. ഇവിടെ നമ്മൾ സൈക്കിളോട്ട് കാറങ്ങനെ ഓടിക്കണം, അത് മേടെ തന്നെ ഒരു നോക്കണം, നിർത്തി കൊടുക്കണം. സേഫ് റൂൾസ് തന്നെയാണ് നമുക്ക്. എന്നാൽ
സെക്ഷൻ ചവിട്ടിക്കൊണ്ടിരിക്കണ. ട്രയൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ പോണതിൻ്റെ റൂട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുക. ഇനി ഒരു 5-10 മിനിറ്റ് മാക്സിമം ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സൈക്കിളോട്ട് അങ്ങനെ കഴിഞ്ഞു. നല്ല വ്യൂ ഉള്ള കേട്ടോ. എനിക്ക് സൈക്ലിങ് ഇഷ്ടമുള്ള വയസ്സാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങണം. ഒറ്റയ്ക്കാണെങ്കിലും അല്ലാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബോറടിയാണ്. പക്ഷെ ആരെങ്കിലും ഒരാൾ കൂടി ഉണ്ടെങ്കിൽ രസമാണ് വർത്താനം വന്ന് പോകാം. പക്ഷെ ചില സമയത്ത് ഒറ്റയ്ക്ക് വന്നതിൻ്റെ രസം. നമ്മുടെ ഇഷ്ടത്തിനങ്ങോട്ട് ചവിട്ടി പോവാം, നോക്കേണ്ട പ്രശ്നമില്ല, പിന്നെ രസമാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു നെക്സ്റ്റ് ടൈം.